ഹായ് ഹലോ അസ്സലാമലൈക്കും. നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ ചൗവരി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഡ്രാഗൺ ഫ്രൂട്ടാണ്. നമ്മളിതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിപൊളിയായിട്ട് ടേസ്റ്റ് കിട്ടാനും സുഗന്ധത്തിനും കൂടി വേണ്ടിയിട്ട് ഏലക്കയാണ് നമ്മളിടുന്നത്. നമ്മുടെ ഏലക്ക പ്രധാന കഥാപാത്രമാണ് പായസത്തിലെ ഏലക്ക. അതിനുശേഷം നമ്മൾ ചൗവരി ഒന്ന് വെള്ളത്തിലൊഴിച്ചു വേവിക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെക്കാം. അതിനുശേഷം നമ്മുടെ സുന്ദരി കുട്ടപ്പി ഒന്ന് വെട്ടി നുറുക്കിയെടുക്കാം. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി മുകളും ചുവടും ചെത്തി കളഞ്ഞതിന് ശേഷം നമ്മുടെ ആ കൊമ്പ് കണക്കിന് സാധനം ചെത്തി വിടുകയാണ്. അതിനുശേഷം നമുക്കതിനെ 2 പീസാക്കി മാറ്റാം. ഇനി നമുക്കതിനെ 2 പീസാക്കാം. മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം 2 പീസായി. നമ്മൾ വെള്ള ഡ്രാഗൺ ഫ്രൂട്ടാണല്ലേ, അടിപൊളിയാണ്. ഇടുവാ മക്കളെ, പായസം ഒന്ന് കുടിക്കാം. കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോഴത്തേക്ക് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിന് കട്ട് ചെയ്ത് വെച്ചു. നമ്മുടെ പ്രധാന കഥാപാത്രമാണ് നെയ്യ്. അണ്ടിപ്പരിപ്പൊക്കെ മുന്തിരിങ്ങയൊക്കെ ഒന്ന് വാട്ടിയിടണ്ടേ, അതിന് വേണ്ടിയിട്ട് നെയ്യ് വേണ്ടേ. അപ്പം നമ്മുടെ ബാക്കി ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കാം, കട്ട് ചെയ്തെടുക്കാം. അതിന് ഈ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നമ്മുടെ ചൗവരി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ചൗവരിയിലേക്ക് ഇപ്പോൾ 1 കവർ പാൽ ഉപയോഗിച്ച് ഒഴിക്കുകയാണ്. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. മിക്സ് ചെയ്യണ്ടേ, നമുക്കിനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചൗവരി വെന്തിട്ടുണ്ട് നല്ല രീതിക്ക്. ഇതാണ്ട് ഈ ഒരു പരുവാവുന്നത് വരെ ചൗവരി വെന്തിരിക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്ലെയിം ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. നമ്മുടെ പാല് കുറുകിപ്പോയിട്ടുണ്ട്, അടുക്കി പിടിച്ചിട്ടുണ്ട്, നല്ല ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ടു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റൗ ഒന്ന് കത്തിച്ച് അതിനകത്തേക്ക് അപ്പച്ചട്ടി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ഉരുകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉരുകിയതിന് ശേഷം നെയ്യ് നല്ല രീതിയിൽ ഉരുകി തിളച്ചതിന് ശേഷം നമ്മളുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പാല് കുറുകിയിട്ടിരിക്കുന്ന കണക്കുണ്ട്. അപ്പം നമ്മുടെ മുന്തിരിങ്ങ ഇവിടെ പൊങ്ങി വരുന്നുണ്ട്, അണ്ടിപ്പരിപ്പൊക്കെ മൂത്ത് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ പായസത്തിനകത്തോട്ട് മുന്തിരിങ്ങി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇടുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതാണ് ബാക്കിയെല്ലാം അടിയിൽ പോയിട്ടുണ്ട്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.